വിഘ്നങ്ങൾ അകറ്റുന്ന ഗണപതി ഭഗവാന്റെ തിരു അവതാര ദിനമാണ് ഇന്ന്. ചിങ്ങമാസത്തിലെ വെളുത്ത പക്ഷത്തിലെ ചതുർത്ഥി ദിനമാണ് വിനായക ചതുർത്ഥിയായി ആഘോഷിക്കുന്നത്. മലയൂർ മഹാഗണപതി ക്ഷേത്രത്തിൽ പുലർച്ചെ ആരംഭിച്ച 10,008 തേങ്ങയുടെ ഗണപതി ഹോമം തുടരുകയാണ്. വിവിധ ക്ഷേത്രങ്ങളിൽ ആഘോഷങ്ങൾ നടക്കുകയാണ്. മലയൂർ ക്ഷേത്രത്തിൽ നിന്നും അരുൺ കൊടുങ്ങൂർ, തിരുവനന്തപുരം പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിൽ നിന്നും എസ് ശാലിനി, കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ നിന്നും എം മനോജ് കുമാർ, ഇടപ്പള്ളി ഗണപതി ക്ഷേത്രത്തിൽ നിന്നും രേഷ്മ ബാബു, തളി മഹാഗണപതി ക്ഷേത്രത്തിൽ നിന്നും അനഘാഹർഷൻ എന്നിവർ ചേരുകയാണ്. ആദ്യം പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിൽ നിന്നും ശാലിനിയിലേക്ക്. ശാലിനി, ഭക്തിസാന്ദ്രമാണ് ഇന്ന് വിനായക ചതുർത്ഥി ദിനം. രാവിലെ മുതൽ വലിയ ഭക്തജന തിരക്ക് തന്നെയാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. കെ.പി. സൂചിപ്പിച്ചതുപോലെ തന്നെ ഭക്തിസാന്ദ്രം ഒരു അന്തരീക്ഷത്തിലൂടെയാണ് തിരുവനന്തപുരത്തെ പഴവങ്ങാടി ക്ഷേത്രം കടന്നു പോകുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് പോലെ തന്നെ രാവിലെ മുതൽ തന്നെ ഇവിടെ ദർശനം ആരംഭിച്ചു. കെ.പി. സൂചിപ്പിച്ചതുപോലെ തന്നെ ചിങ്ങമാസത്തിലെ കറുത്തവാവ് കഴിഞ്ഞു വരുന്ന ചതുർത്ഥി അഥവാ വെളുത്തപക്ഷ ചതുർത്ഥിയാണ് ഇന്ന്. ഗണപതിയുടെ ജന്മദിനമാണ് ഇന്ന് ഉള്ള ഐതിഹ്യം. ആ ഐതിഹ്യം പെരുമയിലാണ് ഇന്ന് നാടും നഗരവും ഒക്കെ ഉള്ളത് എന്നുള്ളതാണ്. ആ ഒരു ദിവസമാണ് വിനായക ചതുർത്ഥിയായി നാം ആഘോഷിക്കപ്പെടുകയും ചെയ്യുന്നത്. വിനായക ചതുർത്ഥി ആയതുകൊണ്ട് തന്നെ ആ ഒരു ദിവസത്തിന്റെ പ്രത്യേകത ഉള്ളതുകൊണ്ട് തന്നെ തലസ്ഥാനത്തടക്കമുള്ള പ്രധാനപ്പെട്ട ഗണപതി ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഭക്തജന തിരക്ക് രാവിലെ മുതൽ തന്നെ അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോൾ പഴവങ്ങാടി ക്ഷേത്രത്തെ പറ്റി നമുക്കറിയാം, ഇഷ്ടകാര്യ സിദ്ധിക്കൊക്കെ ഏറ്റവും പ്രമുഖമായ ഒരു ക്ഷേത്രമാണ് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം. തിരുവനന്തപുരം മാത്രമല്ല, കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ എടുക്കുകയാണെങ്കിൽ അതൊരു പ്രധാന ഗണപതി ക്ഷേത്രം കൂടിയാണ് പഴവങ്ങാടി ഗണപതി ക്ഷേത്രം. സ്വാഭാവികമായും ആ ഒരു തിരക്ക്, ആ ഒരു ദിവസത്തിന്റെ പ്രത്യേകത മുന്നിൽ കണ്ടുകൊണ്ടുള്ള തിരക്കൊക്കെ രാവിലെ മുതൽ തന്നെ ഇവിടെ ക്ഷേത്ര നട തുറന്നപ്പോൾ മുതൽ അനുഭവപ്പെടുന്നുണ്ട്. മദ്രാസ് റെജിമെന്റിന് കീഴിലുള്ള ക്ഷേത്രമാണ് പഴവങ്ങാടി ക്ഷേത്രം. സ്വാഭാവികമായും അതിൻ്റെ ഒരു നിയന്ത്രണമൊക്കെ, ഈ തിരക്കുകൾ നിയന്ത്രിക്കാൻ ആർമിയൊക്കെ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ക്ഷേത്രത്തിൽ ദർശനം തുടരുന്നുണ്ട്. ഒപ്പം തന്നെ ഇഷ്ടകാര്യ സിദ്ധിക്കും ഒപ്പം തന്നെ സർവൈശ്വര്യത്തിനുമൊക്കെയായി നാളികേരം മുടക്കൽ അടക്കമുള്ള പ്രധാനപ്പെട്ട വഴിപാടുകൾ ഇവിടെ എത്തി ഓരോ ഭക്തരും നടത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്നും നൽകാൻ കഴിയുന്ന കാഴ്ച. ക്ഷേത്രത്തിനുള്ളിലെ ദൃശ്യങ്ങൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയില്ല എങ്കിൽ പോലും വലിയ രീതിയിലുള്ളൊരു തിരക്ക് ക്ഷേത്രത്തിലേക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോൾ ജന്മദിനാഘോഷമൊക്കെയായി നമ്മൾ വിനായക ചതുർത്ഥി ആഘോഷിക്കുകയാണ്. ഇപ്പോൾ ക്ഷേത്രത്തിന് തൊട്ട് സമീപത്തുള്ള മണ്ഡപത്തിൽ പ്രത്യേകമായി തയ്യാറാക്കിയ മണ്ഡപങ്ങളിലും വേദികളിലുമൊക്കെ ഗണപതി വിഗ്രഹങ്ങൾ വയ്ക്കും. അതിൽ പ്രത്യേക പൂജകൾ വരുന്ന 10 ദിവസം നടക്കും. അതിനുശേഷം സെപ്റ്റംബർ 1-ാം തീയതിയാണ് ഈ ഒരു നിമഞ്ജന ഘോഷയാത്രയൊക്കെ നടക്കാൻ പോകുന്നത്. സംസ്ഥാന വ്യാപകമായി വലിയ ആഘോഷമാണ് ഗണേശോത്സവ ട്രസ്റ്റുകാർ ഒരുക്കിയിട്ടുള്ളത്. തിരുവനന്തപുരത്ത് അത്തരത്തിൽ വിപുലമായ ആഘോഷ ചടങ്ങുകളാണ് ഇന്നു മുതൽ വരുന്ന 10 ദിവസം നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരുക്കങ്ങൾ ഒരുക്കിയിട്ടുമുണ്ട്. പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ ക്ഷേത്രത്തിന്റെ ചരിത്രം എങ്ങനെയാണ്? തിരുവിതാംകൂർ രാജ്യത്തിന്റെ ആസ്ഥാനം ഇപ്പോൾ തമിഴ്നാടിന്റെ ഭാഗമായ പത്മനാഭപുരത്തായിരുന്നപ്പോൾ കോട്ടയ്ക്ക് കാവൽ നിന്നിരുന്ന പട്ടാളക്കാരെ രാത്രിയിൽ ഒരു യക്ഷി എന്ന അസുരൻ നിരന്തരം ശല്യപ്പെടുത്തുമായിരുന്നു. ആ ശല്യപ്പെടുത്തുന്ന സമയത്ത് മദ്രാസ് റെജിമെന്റിൽ ഒരു പട്ടാളക്കാരൻ ഗണപതിയുടെ കടുത്ത ഭക്തനായിരുന്നു. ഒരു രാത്രിയിൽ കോട്ട കാക്കാൻ അദ്ദേഹത്തിന് ചുമതല ലഭിക്കുകയും ചെയ്തു. ഗണപതി തന്നെ പരിപാലിക്കുമെന്ന് അദ്ദേഹം വിശ്വസിക്കുകയും ചെയ്യുന്നു. ആയതിനാൽ അദ്ദേഹം ഭയമില്ലാതെ ഒരു നദിയിൽ കുളിക്കാൻ പോയി. നദിക്കരയിൽ ചെന്നപ്പോൾ ഗണപതി വിഗ്രഹം കണ്ടു. അത് അദ്ദേഹം എപ്പോഴും തന്റെ പക്കൽ സൂക്ഷിച്ചു. അന്ന് മുതൽ തിരുവിതാംകൂറിലെ മുഴുവൻ സൈന്യവും യക്ഷിയുടെ സ്വാധീനത്തിൽ എന്നേക്കുമായി അസ്വസ്ഥരായി സ്വാധീനിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് വിശ്വാസം കണക്കാക്കുന്നത്. അതിന്റെ ഭാഗമൊക്കെ ആയിട്ടാണ് ഈ ക്ഷേത്രം ഇവിടെ പിന്നീട് വരികയും വളരെ പ്രസിദ്ധമായ രീതിയിൽ അത് മാറുകയും ചെയ്തത്. ഇപ്പോഴും അതുകൊണ്ട് തന്നെ മദ്രാസ് റെജിമെന്റിന് കീഴിലാണ് ഈ ക്ഷേത്രം ഉള്ളത്. അപ്പോൾ പ്രത്യേക പൂജകൾ, ചടങ്ങുകളൊക്കെ ഈ ദിവസം ഇവിടെ നടക്കുകയാണ്. വലിയ രീതിയിലുള്ള ഭക്തജന തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. തിരുവനന്തപുരത്തെ വലിയ ഭക്തജന തിരക്ക് തന്നെയാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിൽ നിന്നും ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ നിന്നും വിവരങ്ങൾ നൽകാൻ എം മനോജ് കുമാർ ചേരുകയാണ്. മനോജ്, നമസ്തേ. രാവിലെ മുതൽ എത്രത്തോളം തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? തീർച്ചയായും ഇന്ന് ഈ വിനായക ചതുർത്ഥി ദിനത്തിൽ വലിയ തിരക്ക് തന്നെയാണ് കൊട്ടാരക്കര ഈ ഗണപതി ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. നിരവധി ഭക്തജനങ്ങൾ രാവിലെ മുതൽ തന്നെ, അതായത് ഈ പുലർച്ചെ ഈ സമയവും ഈ തിരക്ക് തന്നെയാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലായൊക്കെ തന്നെ ഇതിനോടനുബന്ധിച്ച മറ്റ് ചടങ്ങുകളൊക്കെ നടന്നിരുന്നു. എന്തായാലും ഇന്ന് പുലർച്ചെ തന്നെ ഈ മഹാഗണപതി ഹോമം, അതായത് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമമാണ് നടക്കുന്നത്. ഈ 1008 നാളികേര കൂട്ടോട് കൂടിയിട്ടുള്ള
ഗണപതി ഹോമമാണ്. അത്തരത്തിൽ വളരെയേറെ പ്രത്യേകതയുള്ള ഈ ദിവസം ഭക്തജനങ്ങളെല്ലാം തന്നെ അങ്ങനെ ക്ഷേത്ര സന്നിധിയിലെത്തി നിൽക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ ഒരു തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഈ ചിങ്ങമാസത്തിലെ ഈ വെളുത്ത പക്ഷത്തിലുള്ള ചതുർത്ഥി ദിനം അത് തന്നെയാണ് ഗണപതി ഭഗവാന്റെ ഈ ജന്മദിനമായി കണ്ടുകൊണ്ട് ആ ഒരു വിശ്വാസം തന്നെയാണ് എല്ലാ ഗണപതി ക്ഷേത്രങ്ങളിലെയും പോലെ തന്നെ പ്രധാനമായും കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഗണപതി ക്ഷേത്രങ്ങളിലൊന്നാണ് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം. അതുകൊണ്ട് തന്നെ അതിനോട് അനുബന്ധിച്ചുള്ള ചടങ്ങുകളും അതോടൊപ്പം വലിയ തിരക്കും അനുഭവപ്പെടും. ഇന്നെന്തായാലും ഗജപൂജയും അതോടൊപ്പം തന്നെ ആനയൂട്ടുമൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മറ്റ് വിവരങ്ങളൊക്കെ പറയുവാനായി നമുക്ക് ദേവസ്വത്തിൻ്റെ ഭാരവാഹികളൊക്കെ ഇവിടെയുണ്ട്. എന്തായാലും രാവിലെ മുതൽ തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. എന്താണ് ഇന്ന് നടക്കുന്ന മറ്റ് ചടങ്ങുകളൊക്കെ? വിനായക ചതുർത്ഥി ദിവസമായ ഇന്ന് രാവിലെ 4 മണിക്ക് ക്ഷേത്രനട തുറന്നു. ഇന്ന് നടക്കുന്ന ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ 1008 നാളികേര കൂട്ടുകൊണ്ട് ഉള്ള അഷ്ടദ്രവ്യ ഗണപതി ഹോമം, അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, വിശേഷാൽ ഗണപതി ഹോമം എന്നിവ നടന്നുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് 11 മണിക്ക് ശനിദോഷ നിവാരണ പൂജ, ശനിദോഷം തീരുന്നതിന് വേണ്ടിയിട്ടുള്ള ശനിദോഷ നിവാരണ പൂജ നടക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് വിപുലമായ രീതിയിൽ അന്നദാനം. രാവിലെ 8 മണിക്ക് ഗജപൂജ, തുടർന്ന് ആനയൂട്ട്. പിന്നെ വൈകുന്നേരം 5 മണിക്ക് അതുപോലെ ക്ഷേത്രനട തുറന്ന് ഒരു വർഷത്തിലൊരിക്കൽ മാത്രമാണ് മോദകം ഗണപതി അമ്പലത്തിൽ വിതരണം ചെയ്യുന്നത്. അത് നടക്കുന്നുണ്ട്. പിന്നെ വൈകുന്നേരം വർഷത്തിലൊരിക്കൽ മാത്രം ഭഗവാനെ പുറത്തെഴുന്നള്ളിക്കുന്ന ദിവസമാണ് ഇന്ന് ഗണപതി ഭഗവാന്. അപ്പോൾ അത് രാത്രിയിൽ അതോടെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ വർഷത്തെക്കാളും തിരക്കുണ്ടാവുമെന്നുള്ള ഒരു പ്രതീക്ഷ ഞങ്ങൾ ഉണ്ടാകുന്നു. എന്തായാലും ഈ ഒരു ദിവസം വളരെയേറെ പ്രത്യേകതയാണ്. ഈ ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്താലും ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നും നിരവധി പേർ ഇവിടേക്ക് എത്തുന്നുണ്ടല്ലോ. ഒരുപാട് ഭക്തജനങ്ങൾ ഇന്ന് ഇവിടെ കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ഇന്നലെ തന്നെ നമ്മുടെ തിരക്കിക്കൊണ്ട് ഗണപതി നായകത്തിൽ എന്തെല്ലാം പ്രത്യേകത ഉണ്ടെന്ന് തിരക്കിക്കൊണ്ട് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നുണ്ട്. ഇന്ന് രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം 1008 കൂട്ടുപയോഗിച്ച് ക്ഷേത്രം തന്ത്രി തരണനല്ലൂർ ബ്രഹ്മശ്രീ ഗോവിന്ദൻ നമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ 8 മണിയാകുമ്പോൾ ഗജപൂജയും ആനയൂട്ടും ഉണ്ട്. അത് 10 മണിക്ക് മഹാഗണപതി ഭഗവാന് കളഭാഭിഷേകമുണ്ട്. അത് കഴിഞ്ഞ് 11 ഇവിടെ നമ്മുടെ യജ്ഞം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗണേശ പുരാണ ജ്ഞാനയജ്ഞം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ആഗസ്റ്റ് 22 മുതൽ ആരംഭിച്ച് വിനായക ചതുർത്ഥിയോടുകൂടി സമാപിക്കുകയാണ്. അതിൻ്റെ യജ്ഞത്തിൻ്റെ പരിസമാപ്തി ഇന്ന് 10:45 അത് കഴിഞ്ഞ് ശനീശ്വര പൂജയുണ്ട്. അത് കഴിഞ്ഞ് വിപുലമായ രീതിയിൽ അന്നദാനമുണ്ട്. അത് കഴിഞ്ഞ് വൈകുന്നേരം നട തുറന്നു കഴിഞ്ഞതിന് ശേഷം വർഷത്തിലൊരിക്കൽ മാത്രം ഗണപതി ഭഗവാനെ വെള്ളിയിലേക്ക് എറിയുന്ന വിളക്ക് എല്ലാ ഭക്തജനങ്ങളും വന്ന് ഭഗവാന് വിളക്കെടുത്ത് ഉള്ള വലിയ രീതിയിലുള്ള ശ്രീഭൂതബലിയുണ്ട്. തീർച്ചയായും എന്തായാലും ഈ ഒരു ദിവസത്തെ ചടങ്ങുകളൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്ന് ഇതിനോടനുബന്ധിച്ച് തന്നെ ഈ ഗജപൂജ അത് 8 മണിയോടുകൂടിയാണ് നടക്കുക. എന്തായാലും ഈ ദൃശ്യങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, അതായത് 1008 നാളികേരക്കൂട്ടോട് കൂടിയിട്ടുള്ള അത്രയേറെ പ്രാധാന്യമേറിയ ഒരു ചടങ്ങാണ് ഇപ്പോൾ ഈ ക്ഷേത്രത്തിന് മുന്നിൽ നടക്കുന്നത്. ഈ ക്ഷേത്രത്തിന് മുന്നിൽ തന്നെയാണ് ഗജപൂജ അടക്കം നടക്കുക. നേരത്തെ പറഞ്ഞിരുന്നു ഈ ആഗസ്റ്റ് 22-ാം തീയതി മുതൽ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളൊക്കെ ആരംഭിച്ചിരുന്നു. അതായത് ഈ ഗണേശ ചതുർത്ഥിയോടനുബന്ധിച്ച് തന്നെ ശ്രീമദ് ഗണേശ മഹാപുരാണ ജ്ഞാനയജ്ഞം നടന്നിരുന്നു. അതോടൊപ്പം അതിനോടനുബന്ധിച്ചുള്ള കുട്ടികൾക്കായിട്ടുള്ള ഈ ചിത്രരചനാ മത്സരങ്ങൾ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട മത്സരങ്ങൾ ഉൾപ്പെടെ നടന്നിരുന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തരണനല്ലൂർ ഗോവിന്ദൻ നമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കഴിഞ്ഞ ദിവസം ഈ മൃത്യുഞ്ജയ ഹോമമൊക്കെ നടന്നത്. അതിനുശേഷമാണ് ഇന്ന് പുലർച്ചയോടുകൂടി ഈ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ദിവസം തന്നെ മറ്റ് അന്നദാനം, അതോടൊപ്പം ഭക്തിഗാന സുധയൊക്കെ ഉണ്ട്. ഈ ശനിദോഷ നിവാരണ പൂജയും കളഭാഭിഷേകവും ഒക്കെ ഈ ചതുർത്ഥി ദിനത്തോടനുബന്ധിച്ചുണ്ട്. ആനയൂട്ടിന് ശേഷം ഈ സ്പെഷ്യൽ പഞ്ചവാദ്യം ഉൾപ്പെടെ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഏതായാലും വലിയ തിരക്ക് ഈ ഭക്തരുടെ ഭാഗത്തു നിന്നും, അതായത് ഈ രാവിലെ തന്നെ കൊട്ടാരക്കരയിലേക്ക് ഉണ്ട് എന്നുള്ളതാണ്. പ്രധാനമായും ഈ ബാലഗണപതിയെ കാണാൻ വേണ്ടി ഒരു നോക്ക് കണ്ട് ദർശിക്കാൻ വേണ്ടി ആ ജന്മനാളിൽ തന്നെ
ബാലഗണപതിക്ക് പ്രിയപ്പെട്ട കാര്യങ്ങളുമൊക്കെയായി ഇങ്ങോട്ടേക്ക് ഒരുപാട് ഭക്തരാണ് എത്തിയിട്ടുള്ളത്. അവരൊക്കെ ഇപ്പോൾ ഈ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടക്കുന്ന ഈ സ്ഥലത്ത് തന്നെയുണ്ട്. എല്ലാവരും പ്രാർത്ഥനയോടുകൂടി അങ്ങനെ നിൽക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരി, കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൻ്റെ എം മനോജാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ കോഴിക്കോട് തളി മഹാഗണപതി ക്ഷേത്രത്തിൻ്റെ അനഘാഹർഷൻ ചിരിക്കുകയാണ്. അനഘ, നമസ്തേ. വടക്കൻ കേരളത്തിലെ പ്രധാന വിനായക ക്ഷേത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് തളി മഹാഗണപതി ക്ഷേത്രം. പ്രത്യേക പൂജകൾ, ചടങ്ങുകൾ എന്തൊക്കെയാണ് ഇന്നും? അപ്പം എത്രത്തോളം തിരക്കാണ് രാവിലെ മുതൽ തന്നെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? കെ പി, എല്ലാവർക്കും വിനായക ചതുർത്ഥി ആശംസകൾ നേരുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ തളി മഹാഗണപതി ക്ഷേത്രത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. രാവിലെ മുതൽ തന്നെ വലിയ ഭക്തജന തിരക്കാണ് ഈ അമ്പലത്തിലേക്കുള്ളത്. ഈ തളി ക്ഷേത്രം എന്ന് പറയുന്നത് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഗണപതി ക്ഷേത്രം കൂടിയാണ് ഈ കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച്. മാത്രമല്ല, ഈ രാവിലെ മുതൽ 3:30 മുതൽ തന്നെ അമ്പലത്തിൽ ഗണപതി ഹോമം ആചാര്യശ്രേഷ്ഠന്മാരുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. അത് 8:30 വരെ അമ്പലത്തിൽ ഇത്തരത്തിൽ ഗണപതി ഹോമം ഉണ്ടാകും. അതിനുശേഷം ഗജപൂജ, അമ്പലത്തിൽ ഗജപൂജയുണ്ട്. ഒരു ആനയാണ് ഉണ്ടാവുക. അത് ആ ഗജപൂജയ്ക്ക് ഒരു 7:15 അമ്പലത്തിൽ ഗജപൂജ തുടങ്ങും എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പോഴും അമ്പലത്തിലേക്ക് ഇന്ന് വിനായകൻ ചതുർത്ഥി ദിവസമാണ്, വിനായകൻ ജനിച്ച ദിവസമാണെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ അമ്പലത്തിലേക്ക് നിരവധി ആളുകളാണ് എത്തുന്നത്. ഹൈന്ദവ വിശ്വാസപ്രകാരം എല്ലാ വിഘ്നങ്ങളും മാറ്റാനായി ഇന്നത്തെ ദിവസം ഇത്തരത്തിൽ ഗണപതി ഭഗവാന് വഴിപാടുകളും പൂജയും ഒക്കെ തന്നെ നേരുന്നത് ഏറ്റവും നല്ലതാണ് എന്നതാണ്. ഏത് പുതിയ തുടക്കത്തിന് മുൻപും ഈ ഗണപതി പൂജ ഹൈന്ദവ വിശ്വാസികൾ നടത്താറുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഹൈന്ദവ വിശ്വാസികളെ സംബന്ധിച്ച് വിശ്വാസപരമായി ഏറ്റവും സന്തോഷവും അതുപോലെ തന്നെ വിശ്വാസവും നിലനിൽക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്നത്തെ ദിവസം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ അമ്പലത്തിലെ ആചാര്യ ശ്രേഷ്ഠന്മാരുടെ നേതൃത്വത്തിൽ ഗണപതി ഹോമം നടക്കുന്നതാണ്. 3:30 ഈ ഗണപതി ഹോമം തുടങ്ങിയത്. അതിനുശേഷം ഇനി 8:30 വരെ ഇത്തരത്തിൽ ഈ ഗണപതി ഹോമം ഇവിടെ ഉണ്ടാകും. ഇത് തുടർച്ചയായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് ഈ ഗണപതി ഹോമം അമ്പലത്തിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് ഒരു 7:15 ഈ ഗജ പൂജ ഉണ്ടാവുക. അതിനുശേഷം നിലവിൽ ആനയൂട്ട് അടക്കമുണ്ട്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഗണപതി ഭഗവാന് നിരവധി വഴിപാടുകൾ കഴിപ്പിക്കാനായി നിരവധി ഭക്തജനങ്ങളാണ് അമ്പലത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ്. ഇവിടെ ഗണപതി ഭഗവാന്റെ ഒരു വലിയ വിഗ്രഹമുണ്ട്. എന്തായാലും ഈ അമ്പലത്തിലെ ഈ ചെയർമാൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്, രാജഗോപാൽ. എന്തൊക്കെയാണ് ഇന്നത്തെ ദിവസത്തിൽ അമ്പലത്തിൽ വഴിപാടുകളും മറ്റുമൊക്കെയായി ഒരുക്കിയിരിക്കുന്നത്? തളി ശ്രീ മഹാഗണപതി ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമായ വിനായക ചതുർത്ഥി തെപ്പരഥോത്സവത്തിൻ്റെ 5-ാം ദിവസമായ വിനായക ചതുർത്ഥി ദിവസം ഭഗവാന്റെ അവതാര ദിവസമായ വിനായക ചതുർത്ഥി ദിവസമായി കണക്കാക്കപ്പെടുന്നു. ഇന്നിവിടെ രാവിലെ 3:30 മണിക്ക് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ആരംഭിച്ചിട്ടുണ്ട്. അത് ഏകദേശം ഒരു 4.5 മണിക്കൂറോളം 8:30 മണി വരെ അത് തുടരും. ഏകദേശം 60,000 ആഹുതികൾ ഭഗവാന് ഇന്ന് ഇവിടെ അർപ്പിക്കുന്നതാണ്. അത് കഴിഞ്ഞ് മഹന്യാസ പുരസരം പൂർണ്ണാഭിഷേകം നടക്കുന്നതായിരിക്കും. 2 നടയിലും ഭഗവാൻ ശ്രീ മഹാഗണപതിക്കും ഭഗവാൻ ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമിക്കും 11 ദ്രവ്യങ്ങൾ കൊണ്ടുള്ള അഭിഷേകങ്ങളാണ്. അതിൻ്റെ ഇടയിൽ ഈ ഗണപതി ഹോമത്തിൻ്റെ ദീപാരാധനയെ തൊട്ട് മുമ്പായി പ്രത്യക്ഷ ഗണപതി പൂജ നടക്കും. ചെമ്പുക്കാവ് വിജയകണ്ണൻ എന്ന ഗജരത്നം ഇവിടെ വന്ന് ഭഗവാന്റെ സ്വരൂപനായി പൂജ സ്വീകരിക്കുന്നതായിരിക്കും. അത് പൂജയ്ക്ക് ശേഷം ഗണപതി ഹോമത്തിൻ്റെ ദീപാരാധന, അത് കഴിഞ്ഞ് 3 ആനകളുടെ എഴുന്നള്ളത്ത്, ഭഗവാന്റെ നഗരപ്രദക്ഷിണം എന്നിവ നടക്കുന്നതായിരിക്കും. രാവിലെ വൈകിട്ട് 5 മണിയോടെ നട തുറന്ന ഉടനെ ഇവിടെ ഒരു സംഗീതാർച്ചന ഉണ്ടാവും. അതിന് ശേഷം ദീപാരാധനയ്ക്ക് ശേഷം ക്രമാർച്ചന, രുദ്രക്രമപാഠം ഉണ്ടാവും. അത് കഴിഞ്ഞ് ഭഗവാന് പലതരത്തിലുള്ള ഉപചാരങ്ങൾ, വേദങ്ങൾ, പുരാണങ്ങൾ, സ്തോത്രങ്ങൾ, ശ്ലോകങ്ങൾ എന്നിവയോടുകൂടി വളരെയധികം നേരെ 9 മണിയോടുകൂടി അത് അവസാനിച്ച ശേഷം 9:30 മണിക്ക് ഭഗവാൻ തെപ്പത്തിൽ ആരൂഢനാകും. തെപ്പം തളി കുളത്തിൽ 3 വലം വയ്ക്കും. ആ സമയത്ത് ദീപാരാധനകൾ നാദസ്വരത്തിൻ്റെ അകമ്പടിയോടുകൂടി 3 വലം വെച്ച് 3ാമത്തെ പ്രദക്ഷിണത്തിൻ്റെ അവസാനത്തിൽ ഭഗവാൻ തിരിച്ച് ക്ഷേത്രത്തിനകത്തേക്ക് എഴുന്നള്ളി ദീപാരാധന കഴിഞ്ഞ് ഉത്സവം സമാപിക്കും.
അത് തന്നെയാണ് KP. അതായത് ഇവിടെ ഭക്തി നിർഭരമായ കാഴ്ചകളാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. മാത്രമല്ല ഈ വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് വിപുലമായിട്ടുള്ള ആഘോഷ പരിപാടികളാണ് അമ്പലത്തിൽ ഒരുക്കിയിരിക്കുന്നത്. നിരവധി ആളുകൾ ഭക്തജനങ്ങൾ അമ്പലത്തിലേക്ക് ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, വഴിപാടുകൾ കഴിപ്പിക്കുന്നുണ്ട്. KP. തളി മഹാഗണപതി ക്ഷേത്രത്തിൽ നിന്നും അനഘാർഷനാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ മളിയൂർ ക്ഷേത്രത്തിൽ നിന്നും വിവരങ്ങൾ നൽകാൻ അരുൺ കൊടുങ്ങൂർ ചേരുകയാണ്. അരുൺ, നമസ്തേ. മളിയൂർ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ഗണപതി ക്ഷേത്രമാണ്, മഹാഗണപതി ക്ഷേത്രമാണ്. ഒപ്പം വ്യത്യസ്തമായ ചടങ്ങുകളും പൂജകളും കൊണ്ട് സമ്പന്നവുമാണ് അവിടുത്തെ ആചാര പാരമ്പര്യ തനിമയും. എത്രത്തോളം തിരക്കാണ് ക്ഷേത്രത്തിൽ പുലർച്ചെ മുതൽ തന്നെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ടത് വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് തന്നെയാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത്. പുലർച്ചെ 4 മണിക്കാണ് നട തുറന്നത്. ആ സമയം മുതൽ തന്നെ തീർത്ഥാടകരുടെ ഒരു പ്രവാഹം ക്ഷേത്ര സന്നിധിയിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. കൃത്യമായ നിയന്ത്രണങ്ങളൊക്കെ തന്നെ ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഭക്തരെ ക്ഷേത്രത്തിനുള്ളിലേക്ക് കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനമായി മറ്റൊരു കാര്യം, 11:30യോടെയാണ് മഹാഗണപതി ഹോമത്തിൻ്റെ ദർശനം നടക്കുക. ഇന്നത്തെ ക്ഷേത്രത്തിൽ നടക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും വിശിഷ്ടമായ ആ ഒരു ചടങ്ങ് എന്നത് മഹാഗണപതി ഹോമത്തിൻ്റെ ദർശനം തന്നെയാണ്. മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ അല്പസമയങ്ങൾക്ക് മുമ്പ് ഏകദേശം 5 മണിയോടെ മഹാഗണപതി ഹോമത്തിന് ആരംഭം കുറിച്ചിരിക്കുകയാണ്. മണ്ഡപത്തിൽ ഇപ്പോൾ ചടങ്ങുകൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. 1008 നാളികേരത്തിൻ്റെ മഹാഗണപതി ഹോമമാണ് ഇന്ന് ക്ഷേത്രത്തിൽ നടക്കുന്നത്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ കൂടിയാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ട് ഇരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് നടക്കുന്ന ഈ ആനയൂട്ടാണ്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 12 ഗജവീരന്മാരാണ് ഈ ആനയൂട്ടിൽ പങ്കെടുക്കുന്നത്, ഗജപൂജയിൽ പങ്കെടുക്കുന്നത്. കേരളത്തിലെ മഹോത്സവങ്ങളുടെ പൂരക്കാലത്തിൻ്റെ ഒരു തുടക്കം കൂടിയാണ് മള്ളിയൂരെ ഈ വിനായക ചതുർത്ഥി മഹോത്സവം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ എല്ലാ ഇടങ്ങളിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആനകളെ ഇവിടേക്ക് കൊണ്ടുവരുന്നു. അതോടൊപ്പം തന്നെ മേളപ്രമാണിമാർ, മേള വിസ്മയം തീർക്കുന്ന പ്രമാണിമാരും ഇവിടേക്ക് എത്തുന്നു. ഇന്ന് കേരളത്തിലെ ആസ്വാദകർ മളിയൂർ മഹാഗണപതി ക്ഷേത്രത്തിൽ പുലർച്ചെ മുതൽ തന്നെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. അരുൺ കൊടുങ്ങൂരാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ എറണാകുളം ഇടപ്പള്ളി ഗണപതി ക്ഷേത്രത്തിൽ നിന്നും രേഷ്മ ബാബുവും ചേരുകയാണ്. രേഷ്മ, നമസ്തേ. പുലർച്ചെ മുതൽ തന്നെ വലിയ തിരക്ക് തന്നെയാണ് ആ ക്ഷേത്രത്തിലും ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പ്രധാനപ്പെട്ട ഇന്നത്തെ ചടങ്ങുകൾ എന്തൊക്കെയാണ്? സുരേഷ്, ഇടപ്പള്ളി മഹാഗണപതി ക്ഷേത്രത്തിലെ ഭക്തരുടെ ഒഴുക്കാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇടപ്പള്ളി മഹാഗണപതി ക്ഷേത്രം എന്ന് പറയുന്നത് രാജകുടുംബത്തിൻ്റെതാണ്. അതായത് ഇടപ്പള്ളി രാജകുടുംബത്തിൻ്റെതായിട്ടുള്ള ക്ഷേത്രമാണ്. കുടുംബ ദേവതയാണ് ഇവിടുത്തെ മഹാഗണപതി. തടസ്സങ്ങളും വിഘ്നങ്ങളും ഒക്കെ തന്നെ മാറാനായിട്ട് ഇടപ്പള്ളിയിലെ വിഘ്നേശ്വരന് നേർച്ചകളുമായിട്ട് ഇവിടെ ഭക്തരൊക്കെ തന്നെ എത്തിച്ചേരും. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി പേരാണ് ഈ മഹാഗണപതി ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. ഇവിടെ ചില പ്രത്യേകതകൾ കൂടിയുണ്ട്. അതായത് രാവിലെ 5-നും 7:30-ക്കും ഇടയിൽ മാത്രമേ ഭക്തർക്ക് ദർശനം സാധ്യമാകൂ. അതായത് രാജകുടുംബത്തിൻ്റെ ക്ഷേത്രമായതുകൊണ്ട് തന്നെ 7:30-ക്ക് ശേഷം രാജകുടുംബത്തിൻ്റെതായിട്ടുള്ള ചടങ്ങുകൾ അല്ലെങ്കിൽ അവർക്ക് ഉള്ള ദർശന സമയമാണ്. ഈ 9:30 വരെയുള്ള സമയത്ത് ക്ഷേത്രത്തിൻ്റെ പിൻവാതിലിൽ കൂടി ഭക്തർക്ക് പ്രവേശനമുണ്ട്. അവിടെ നിന്നും ദർശനം അനുവദനീയമാണ്. പിന്നീട് വൈകുന്നേരം എല്ലാ ഭക്തർക്കും ദർശന സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 5 മണി മുതൽ വൈകുന്നേരം 7:30 വരെ ഒരു ജനലിൽ കൂടി ഭക്തർക്ക് മഹാഗണപതിയെ ദർശിക്കാം, വിഘ്നങ്ങൾ അകറ്റുവാനായിട്ട് പ്രാർത്ഥിക്കാം. മറ്റൊന്ന്, ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത് ഇടപ്പള്ളി സ്വരൂപത്തിൽ മുൻപൊരിക്കൽ, അതായത് പണ്ട് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഗണപതി ഹോമം നടന്നുകൊണ്ടിരിക്കെ തന്നെ വിഘ്നേശ്വരൻ നേരിൽ പ്രത്യക്ഷപ്പെട്ട് ആ പൂജയിൽ പങ്കെടുത്തു, അല്ലെങ്കിൽ പൂജ വഴിപാട് അത് സ്വീകരിച്ചു എന്നുള്ളതാണ് ഐതിഹ്യം. അതുകൊണ്ട് തന്നെ നിരവധി ഭക്തർ എല്ലാ ദിവസങ്ങളിലും ഇവിടേക്ക് എത്തിച്ചേരാറുണ്ട്. വിനായക ചതുർത്ഥി ദിവസമായതുകൊണ്ട് തന്നെ വലിയൊരു തിരക്ക്
ഇവിടെ അനുഭവപ്പെടും. നാളികേരം, നിറമാല, പുഷ്പാഞ്ജലി, കൂട്ടപ്പം ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ വഴിപാടുകൾ. കൂട്ടപ്പം നേരത്തെ തന്നെ മുൻകൂട്ടി സമർപ്പിക്കേണ്ടതുണ്ട്. മാസങ്ങൾക്ക് മുന്നേ അതൊക്കെ നേർച്ചയായിട്ട് സമർപ്പിച്ചതിന് ശേഷമാണ് ഈ ദിവസം വന്നവർ വാങ്ങുക. എന്തായാലും വലിയൊരു തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. കിഴക്കോട്ട് അഭിമുഖമായിട്ടാണ് മഹാഗണപതി ഇവിടെ സ്ഥിതി കൊള്ളുന്നത്, ക്ഷേത്രം സ്ഥിതി കൊള്ളുന്നത്. ഈ ഇടപ്പള്ളി രാജകുടുംബത്തിൻ്റെ സ്വരൂപത്തിൻ്റെ ഭാഗത്ത് ഒത്ത നടുവിലായിട്ടാണ് ഈ ക്ഷേത്രം കുടികൊള്ളുന്നത്. ആ ക്ഷേത്രത്തിന് ഉള്ളിൽ കിഴക്കോട്ട് അഭിമുഖമായിട്ട് വിഘ്നേശ്വരനും കുടികൊള്ളുന്നു. എന്തായാലും ഇതിൻ്റെ ചുറ്റും 2 വാതിലുകളിലൂടെ, അതായത് അപ്പുറത്തു നിന്നും പിൻവാതിലിലൂടെയും ദർശനത്തിനുള്ള ആളുകൾക്ക് പ്രവേശനമുണ്ട്. എന്തായാലും 7:30 മണി വരെ മാത്രമാണ് ഇവിടെ ഭക്തർക്ക് ദർശന സൗകര്യമുള്ളൂ. അതിനുശേഷം ഇടപ്പള്ളിയിലെ രാജകുടുംബാംഗങ്ങൾ ഇവിടെ എത്തി അവരുടെ ഭഗവാനെ ദർശിക്കും. അത്രയധികം പ്രീതി കേട്ട്, അതായത് എല്ലാ വിഘ്നങ്ങളും തടസ്സങ്ങളും അകറ്റുവാനായിട്ട്, വിഘ്നേശ്വരനെ പ്രീതിപ്പെടുത്തുവാനായിട്ട് ഇവിടെ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ വിഘ്നേശ്വരൻ ഭക്തരുടെ എല്ലാ സങ്കടങ്ങളും മാറ്റി, തടസ്സങ്ങൾ മാറ്റി എല്ലാ സൗഖ്യങ്ങളും നൽകുമെന്നുള്ളതാണ് ഐതിഹ്യം. ഇടപ്പള്ളി ഗണപതി ക്ഷേത്രത്തിൽ നിന്നും രേഷ്മ ബാബുവാണ് വിശദാംശങ്ങൾ നൽകിയത്. വിനായക ചതുർത്ഥി ദിനമായി ഇന്ന് കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ഗണപതി ക്ഷേത്രങ്ങളിലേക്കും ഭക്തസഹസ്രങ്ങളാണ് ഒഴുകിയെത്തുന്നത്.